വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോഹബ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജെനറ്റിക്സിലെ സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എക്സ്ട്രാ ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസ്, അതുപോലെ തന്നെ നമ്മളിതിനെ സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയാറുണ്ട്. ഇൻ മോസ്റ്റ് ഓർഗാനിസം ജനറ്റിക് ഇൻഫോർമേഷൻ ഈസ് മെയിൻലി സ്റ്റോർഡ് ഇൻ ദ ന്യൂക്ലിയർ DNA. അപ്പോൾ നമുക്കറിയാം മിക്ക ഓർഗാനിസത്തിലും അവരുടെ ജനറ്റിക് ഇൻഫോർമേഷൻ ഒക്കെ സ്റ്റോർ ചെയ്തത് DNA-യിലാണ്. ഓക്കെ, ദ ന്യൂക്ലിയർ DNA ജീൻ കൺട്രോൾ മോസ്റ്റ് ഹെറിഡിറ്ററി ക്യാരക്ടേഴ്സ്. ഈ പറയുന്ന DNA ആണ് എല്ലാ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന ന്യൂക്ലിയർ DNA-യിലുള്ള ജീനുകളാണ്. ഓക്കെ, പക്ഷേ ചില ക്യാരക്ടേഴ്സ്, സം ക്യാരക്ടേഴ്സ് ആർ ഓൾസോ ഇൻഹെറിറ്റഡ് ത്രൂ DNA പ്രസന്റ് ഇൻ ഓർഗനൽസ്. അതായത് ഈ പറയുന്ന ന്യൂക്ലിയസിന് പുറത്തുള്ള ചില ഓർഗനൽസിലുള്ള ചില ജീനുകൾക്ക് ചില ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എല്ലാ ക്യാരക്ടേഴ്സും കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ജീന് അടങ്ങുന്ന DNA ഇരിക്കുന്നത് ന്യൂക്ലിയസിനുള്ളിലാണെന്നല്ലേ. പക്ഷേ അങ്ങനെയല്ലാതെ ഈ ന്യൂക്ലിയസിന് പുറത്തുള്ള ചില ഓർഗനൽസിലുള്ള ചില ജീനുകൾക്കും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ചില ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എക്സ്ട്രാ ന്യൂക്ലിയർ അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് എന്നൊക്കെ പറയുന്നത്. Okay, so but some characters are also inherited through DNA present in organelles that is outside the nucleus, and this phenomenon is called extranuclear inheritance or cytoplasmic inheritance. അപ്പോൾ ഈ ഒരു ഇതിനെയാണ് നമ്മൾ എക്സ്ട്രാ ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസ്. ഇല്ലെങ്കിൽ ഇപ്പോൾ ശരിക്കും ആ ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള DNA ആണ് ആ ഒരു ഓരോ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനെ വെറും ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസ് എന്നേ പറയുള്ളൂ. പക്ഷേ ഇതിനെ എക്സ്ട്രാ ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസ് എന്ന് പറയാൻ കാരണം അത് ആ ന്യൂക്ലിയസിന് പുറത്തുള്ള വേറെ ഏതോ ഒരു ഓർഗനലാണ്, വേറെ ഏതോ ഒരു സെൽ ഓർഗനലിലുള്ള ജീനാണ് ഈ കുറേ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യണമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഫിനോമിനെ നമ്മൾ എക്സ്ട്രാ ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ് മെയിൻലി ഹാപ്പൻ ത്രൂ മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് ആസ് ദേ ഹാവ് ദെയർ ഓൺ DNA. ഓക്കെ, അതായത് ഏതൊക്കെയാണ് ആ സെൽ ഓർഗനൽസ് നോക്കുക, അതായത് മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ഫിനോമിന നടക്കുന്നത് ഈ പറയുന്ന മൈറ്റോകോൺട്രിയയിലും ക്ലോറോപ്ലാസ്റ്റിലൊക്കെയാണ് കാണുന്നത്. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള DNA ഉണ്ട്, മൈറ്റോകോൺട്രിയൽ DNA, ക്ലോറോപ്ലാസ്മിക് DNA, അങ്ങനെ അതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് എക്സ്ട്രാ ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസ്. ഫസ്റ്റ്, മെറ്റർണൽ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ എഗ് ഓർ ഓവം കോൺട്രിബ്യൂട്ട് മോസ്റ്റ് ഓഫ് ദ സൈറ്റോപ്ലാസം കണ്ടെയ്നിങ് മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. അതായത് ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് ഓവം, അതായത് എഗ്, ദറ്റ് ഈസ് നമ്മളുടെ ആ ഒരു ഫീമെയിൽ ആ ഒരു എഗ് എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്, ധാരാളം കൂടുതലും സൈറ്റോപ്ലാസം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു എഗ് ആണ്. ദ സ്പേം കോൺട്രിബ്യൂട്ട് ഓൺലി ന്യൂക്ലിയർ DNA. സ്പേം ആകെ DNA മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. സൈറ്റോപ്ലാസം എന്ന് പറയുന്ന സാധനം മോസ്റ്റ് സൈറ്റോപ്ലാസം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓവമാണ്. ദാറ്റ് ദെയർ ഫോർ എക്സ്ട്രാ ന്യൂക്ലിയർ ജീൻസ് ആർ ഇൻഹെറിറ്റഡ് ഓൺലി ഫ്രം മദർ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നമ്മൾക്കറിയാം മൈറ്റോകോൺട്രിയ ആയാലും ഇതൊക്കെ ഈ പറയുന്ന സൈറ്റോപ്ലാസത്തിൽ അവൈലബിൾ ആയിട്ടുള്ളതാണല്ലോ. അപ്പോൾ സൈറ്റോപ്ലാസം പ്രൊവൈഡ് ചെയ്യുന്നത് മദറാണ്, ദാറ്റ് ഈസ് ഓവമാണ് തരുന്നത്. അതുകൊണ്ട് എക്സ്ട്രാ ന്യൂക്ലിയർ ജീൻസ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് അമ്മയിൽ നിന്നാണ്. ഓക്കെ, ഇനി നോൺ മെൻഡലിയൻ ഇൻഹെറിറ്റൻസ്. മെൻഡലിയൻ റേഷ്യോ നമുക്കറിയാം. മെൻഡലിയൻ റേഷ്യോ ഇപ്പം മോണോ ഹൈബ്രിഡ് ക്രോസ് ചെയ്തപ്പോൾ 3:1, ഡൈഹൈബ്രിഡ് ആയപ്പോൾ 9:3:3:1, ഇതൊന്നും ഫോളോ ചെയ്യില്ല. മനസ്സിലായോ? ഈ പറയുന്ന എക്സ്ട്രാ ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസിൽ മെൻഡലിയൻ ഇൻഹെറിറ്റൻസ് ഒന്നും ഫോളോ ചെയ്യില്ല. അതുപോലെ റെസിപ്രോക്കൽ ക്രോസ് ഡിഫറൻസസ്. ഇഫ് ദ മദർ ഹാസ് എ ക്യാരക്ടർ ഇറ്റ് ഈസ് പാസ് ടു ഓൾ ഓഫ്സ്പ്രിങ്. അതായത് അമ്മയ്ക്ക് ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും എല്ലാ കുട്ടികൾക്കും കിട്ടിയിരിക്കും. പക്ഷേ ഇഫ് ഓൺലി ദ ഫാദർ ഹാസ് ഇറ്റ് ഇറ്റ് മേ നോട്ട് ബി പാസ്ഡ്. പക്ഷെ അച്ഛനാണ് ആ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് ഓഫ്സ്പ്രിങ്സിന് കിട്ടണമെന്നില്ല. അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ എന്തായാലും കിട്ടും, അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ്റെ ക്യാരക്ടർ അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഇതിനെ റെസിപ്രോക്കൽ ക്രോസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ആൻഡ് നോ റിലേഷൻ വിത്ത് ന്യൂക്ലിയർ ജീൻസ്. ദീസ് ക്യാരക്ടർ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ന്യൂക്ലിയർ ജീൻസ്. അതായത് ഈ കാണിക്കുന്ന ക്യാരക്ടേഴ്സ് ഒന്നും ആരായിട്ട് റിലേറ്റഡ് അല്ല. ഇതൊക്കെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ജീനുകളല്ല കൺട്രോൾ ചെയ്യുന്നത്. ന്യൂക്ലിയസിന് പുറത്തുള്ള എക്സ്ട്രാ ന്യൂക്ലിയർ ഉള്ള ചില ഓർഗനൽസിലുള്ള ജീനുകളാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ജീൻ ഇൻവോൾവ്. ജീൻ ലൊക്കേറ്റഡ് ഇൻ ഓർഗനൽ DNA ആർ കോൾഡ് എക്സ്ട്രാ ന്യൂക്ലിയർ ജീൻ. അതായത് ഈ പറയുന്ന
പുറത്തുള്ള ന്യൂക്ലിയസിന് പുറത്തുള്ള സെൽ ഓർഗൻസിലുള്ള DNA ആണ് എക്സ്ട്രാ ന്യൂക്ലിയർ ജീൻസ് എന്ന് പറയുന്നത്. അത് 2 ടൈപ്പ് ഉണ്ട്, മൈറ്റോജീൻ ഉണ്ട്, പ്ലാസ്റ്റോജീൻ ഉണ്ട്. മൈറ്റോജീൻസ് എന്ന് പറഞ്ഞാൽ ദ ജീൻസ് ഇൻ മൈറ്റോകോൺട്രിയൽ DNA. ഈ മൈറ്റോകോൺട്രിയൽ DNAയിലുള്ള ജീനിനെയാണ് നമ്മൾ മൈറ്റോജീൻ എന്നും ഈ പറയുന്ന പ്ലാസ്റ്റിഡിലുള്ള ജീനിനെ പ്ലാസ്റ്റോജീൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ മൈറ്റോകോൺട്രിയയിലുള്ള ജീനിനെ മൈറ്റോജീൻ എന്നും പ്ലാസ്റ്റിഡിലുള്ള ജീനിനെ പ്ലാസ്റ്റോജീൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ്. ഇപ്പോൾ ഒന്നാമത്തെ ഓർഗനലാർ ഇൻഹെറിറ്റൻസ്. ഓർഗനലാർ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ മൈറ്റോകോൺട്രിയയും ക്ലോറോപ്ലാസ്റ്റും വഴിയാണ് നടക്കുന്നത്. ദേ ഹാവ് ദെയർ ഓൺ DNA, റൈബോസോം ആൻഡ് എൻസൈം ആൻഡ് ക്യാൻ സെൽഫ് റെപ്ലിക്കേറ്റ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ. അതായത് ഈ പറയുന്ന മൈറ്റോകോൺട്രിയയിലായാലും ക്ലോറോപ്ലാസ്റ്റിലായാലും അവർക്ക് അവരുടേതായിട്ടുള്ള DNA ഉണ്ട്, അതുകൊണ്ട് അവിടെ റെപ്ലിക്കേഷൻ ഒക്കെ പോസിബിൾ ആണ്. ഓക്കെ, ഇനി ഇൻഹെറിറ്റൻസ് ഇൻവോൾവിംഗ് ഇൻഫെക്ഷസ് പാർട്ടിക്കിൾസ്. അതായത് ചില സം സൈറ്റോപ്ലാസ്മിക് ഇൻഫെക്ഷൻസ് ക്യാൻ ബി ഇൻഹെറിറ്റഡ്. ചില സൈറ്റോപ്ലാസ്മിക് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതും ഇൻഹെറിറ്റഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മെറ്റഡൽ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അമ്മയിൽ നിന്ന് നമുക്ക് കിട്ടും. അതായത് അമ്മയാണ് നമുക്കറിയാം ആ ഒരു ഓവം കോൺട്രിബ്യൂട്ട് ചെയ്യണം, ഓവത്തിൽ കൂടുതലും സൈറ്റോപ്ലാസം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അമ്മയാണ്. അതാണ് മെറ്റഡൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അമ്മയിൽ നിന്ന് കുട്ടിക്ക് കിട്ടുന്ന ആ ഒരു പാരമ്പര്യമാണ് മെറ്റഡൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് തന്നെയാണ് 3 ടൈപ്പ്. ഓർഗനൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയും, ഇൻഹെറിറ്റൻസ് ഇൻവോൾവ് ഇൻ ഇൻഫെഷ്യസ് പാർട്ടിക്കിൾ, മെറ്റഡൽ ഇൻഹെറിറ്റൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്ലാസ്റ്റിഡ് ഇൻഹെറിറ്റൻസ് എന്താണെന്ന് നോക്കാം. പ്ലാസ്റ്റിഡ്സ് ആർ ഓർഗനൽസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആൽഗൽ സെൽസ്. അപ്പോൾ ഈ പറയുന്ന പ്ലാന്റ്സ് അതുപോലെ തന്നെ ആൽഗൽ സെൽസിലുള്ള ഒരു ഓർഗനലാണ് എന്ത് പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത്. അത് 3 ടൈപ്പ് ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ് നമുക്കറിയാം ഈ പറയുന്ന ഫോട്ടോസിന്തസിസ് സമയത്തൊക്കെ ആ ഒരു ഗ്രീൻ കളർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് എന്ത് ഈ ക്ലോറോപ്ലാസ്റ്റ്. ഇത് ഫോട്ടോസിന്തസിസിനൊക്കെ യൂസ്ഫുൾ ആണ്. ഇനി ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് പിഗ്മെന്റുകളാണ്, ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോറേജിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ഫോട്ടോസിന്തസിസ്, ക്രോമോപ്ലാസ്റ്റ് പിഗ്മെന്റ് ആണ്, ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റോറേജ് ആണ്. ആൻഡ് ദർ DNA controls certain traits which are passed on the next generation. അപ്പോൾ നമുക്കൊരു ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, മിറാബിലിസ് ജലപ്പ, അതായത് നമ്മുടെ 4 മണിച്ചെടി 4 o'clock പ്ലാൻ. ഇത് ഡിസ്കവർ ചെയ്തത് കാൾ കോറൻസ് ആണ്. 1909 കാൾ കോറൻസ് ആണ് ഈ ഒരു ഇതിനെക്കുറിച്ച് പ്ലാസ്റ്റിഡ് ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പഠനം നടത്തിയത്. ലീഫ് കളർ ഇസ് കൺട്രോൾഡ് ബൈ പ്ലാസ്റ്റിഡ് DNA, നോട്ട് ന്യൂക്ലിയർ DNA. അതായത് ഇലകളുടെ ഈ പറയുന്ന 4 മണിച്ചെടിയുടെ ഇലയുടെ കളർ കൺട്രോൾ ചെയ്യുന്നത് പ്ലാസ്റ്റിഡ് DNA ആണ്, അല്ലാതെ ഈ പറയുന്ന ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയർ DNA അല്ല. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന നമ്മളുടെ 4 മണിച്ചെടിയിൽ 3 തരത്തിലുള്ള ഇലകൾ കാണും. ഒന്ന് ഫുള്ളായിട്ടുള്ള പച്ചക്കളർ, അതായത് അതിൽ ക്ലോറോപ്ലാസ്റ്റ് ആണ്. പച്ചക്കളർ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഉള്ള പിഗ്മെന്റ് എന്ന് പറയുമ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ആണ്. പിന്നെ വൈറ്റ് ലീഫ് എന്ന് പറയുമ്പോൾ അതിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവില്ല, പക്ഷെ അതിൽ ലൂക്കോപ്ലാസ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ കളർലെസ് ആണ് നമുക്കറിയാം, അപ്പോൾ വൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ക്ലോറോപ്ലാസ്റ്റിൽ അതുകൊണ്ട് ഫോട്ടോസിന്തസിസ് നടക്കുകയുമില്ല. പിന്നുള്ള ലീഫ് എന്ന് പറയുമ്പോൾ വെരിഗേറ്റഡ് ലീഫ് എന്ന് പറയും. അതായത് അതിൽ ഈ പറയുന്ന വൈറ്റ് ഗ്രീൻ പാച്ചസ് രണ്ടും കൂടി മിക്സ് ചെയ്ത് കിടപ്പുണ്ടാവും. അതായത് പച്ചക്കളറും വെള്ളക്കളറും കാണുന്ന രീതിയിലാണ് വെരിഗേറ്റഡ് ലീഫ്. കാരണം ഇവർക്ക് ചില സെല്ലുകൾക്ക് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവും, ചില സെല്ലുകൾക്ക് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, ആ രീതിയിലായിരിക്കുള്ളൂ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 തരത്തിലുള്ള ഇലകൾ ഉണ്ടാവും, ഗ്രീൻ ലീഫ്, വൈറ്റ് ലീഫ്, വെരിഗേറ്റഡ് ലീഫ്. ഇതാണ് എന്ത് ഈ പറയുന്ന 4 മണിച്ചെടികളുടെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞാണ് ഈ എക്സ്ട്രാ ന്യൂക്ലിയർ ഇൻഹെറിറ്റൻ ഈസ് പാസിംഗ് ഓഫ് ട്രൈറ്റ് ത്രൂ ഓർഗനൽ DNA മെയിൻലി ഫ്രം മദർ നോട്ട് ഫോളോയിങ് മെന്റൽ ലോസ്. അപ്പോൾ ഈ പറയുന്ന എക്സ്ട്രാ ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അമ്മയിൽ നിന്നാണ് മെയിനായിട്ട് കിട്ടുന്നത്, അല്ലാതെ അത് ഒരിക്കലും മെന്റലിൻ്റെ ലോ 3:1, 9:3, 3:1 അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാറില്ല. ഓക്കെ, അതൊന്നും ഓർത്ത് വയ്ക്കുക. Okay, so the leaf color of offsprings always depend on mother plant leaf color. അപ്പോൾ ഈ പറയുന്ന 4 മണിച്ചെടിയിൽ എങ്ങനെയാണ് ഇവരുടെ ഈ പറയുന്ന എന്താണ് ഈ ഒരു ഓസ്പ്രിങ്സിന്റെ ലീഫ് കളർ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് അമ്മയുടെ കളർ എന്താണ്, അമ്മയുടെ പ്ലാൻ ലീഫ് കളർ ഏതാണ്, അതായിരിക്കും കുട്ടികൾക്ക് കിട്ടുന്ന കളർ. ദ ഫാദർ പ്ലാന്റ് പോളൻ ഹാസ് നോ ഇൻഫ്ലുവൻസ്. അതായത് അച്ഛനിൽ നിന്നുള്ള കാര്യങ്ങളൊന്നും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ഇത് മെറ്റഡൽ ഇൻഹെറിറ്റൻസിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ഈ പറയുന്ന 4 മണിച്ചെടിയിലുള്ള എക്സ്പെരിമെന്റ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു അമ്മച്ചെടി എന്ന് പറയുന്നത് അമ്മച്ചെടിയുടെ ഇലകൾ പച്ച നിറമാണ്. അച്ഛൻ എന്ന് പറയുന്നത് അച്ഛനെ മൊത്തം ഈ പറയുന്ന വാരിഗേറ്റഡ് ആയിട്ടാണ് വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ അതിൽ ഗ്രീനോ വൈറ്റോ അങ്ങനെ മൊത്തത്തിലുള്ള രീതിയിൽ കിടക്കുന്നത്. സോ ഈ പറയുന്ന
അമ്മയുടെ കളർ ഏതാണ്, അമ്മക്ക് എങ്ങനെയാണ് പച്ച നിറത്തിലുള്ള ഇലകളാണെങ്കിൽ മക്കൾക്ക് എന്തായാലും ഫുള്ളും ഗ്രീൻ ലീവ്സ് ആയിരിക്കുള്ളൂ. ഓക്കെ, കാരണം ദ എഗ് ഫ്രം ദ ഗ്രീൻ മദർ ഹാസ് ഓൺലി നോർമൽ ക്ലോറോപ്ലാസ്റ്റ്. കാരണം അമ്മയിൽ നിന്നുള്ള എഗ്ഗിൽ ആകെ നോർമൽ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് കൊണ്ട് എല്ലാത്തിനും പച്ചക്കളറിനെ ആയിരിക്കുള്ളൂ. അത് കുട്ടിയിലേക്ക് കിട്ടുമ്പോൾ അവർക്കും പച്ചക്കളർ കിട്ടും. ഇനി അടുത്തതെന്ന് പറയുന്നത് വൈറ്റ്, അതായത് ഫീമെയിൽ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. അപ്പൊ പിന്നെ നമ്മൾ വേറെ മെയിലിന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട, ഫീമെയിലിന്റെ അമ്മയുടെ നിറം മാത്രം നോക്കിയാൽ അപ്പൊ തന്നെ ഉറപ്പിച്ചോ ഓസ്പ്രിങ്സ് ഒക്കെ വൈറ്റ് ലീഫാണ്. ഓക്കെ, കാരണം ഇവിടുത്തെ എഗ്ഗ് എന്ന് പറയുമ്പോൾ അവർക്ക് ലൂക്കോപ്ലാസ്റ്റ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് വാരിഗേറ്റഡ് ആണെന്ന് പറയുമ്പോൾ എല്ലാ ഓസ്പ്രിങ്സും അതുപോലെ തന്നെ വാരിഗേറ്റഡ് ആണ്. പിന്നെ കാരണം അവിടെ വാരിഗേറ്റഡ് ആകുമ്പോൾ ക്ലോറോപ്ലാസ്റ്റും പിന്നെ ലൂക്കോപ്ലാസ്റ്റ് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കുള്ളൂ കിടക്കുന്നത്. ഓക്കെ, അത്ര ഓക്കെ അല്ലേ? സോ ഇഫ് ആൻ എഗ് കണ്ടെയ്ൻ ഓൺലി ഗ്രീൻ ക്ലോറോപ്ലാസ്റ്റ്, ഇപ്പം എഗ്ഗിൽ ഗ്രീൻ ക്ലോറോപ്ലാസ്റ്റ് മാത്രം ഉള്ളെങ്കിൽ ഓസ്പ്രിങ്സിൻ്റെ എല്ലാം ഗ്രീൻ ലീഫ് ആയിരിക്കുള്ളൂ. എഗ്ഗിൽ വൈറ്റ് പ്ലാസ്റ്റിഡ്, അതായത് ലൂക്കോപ്ലാസ്റ്റ് ആണുള്ളെങ്കിൽ ഓസ്പ്രിങ് വൈറ്റ് ലീഫാണ്. ഇപ്പോൾ എഗ്ഗിൽ ഗ്രീനും വൈറ്റ് രണ്ടും കൂടി മിക്സഡ് ആണെങ്കിൽ ഓസ്പ്രിങ്സ് വാരിഗേറ്റഡ് ലീഫ് ആയിരിക്കുള്ളൂ. ബിക്കോസ് ഓഫ് ദിസ് ഓസ്പ്രിങ് റേഷ്യോ ഡസ് നോട്ട് ഫോളോ മെൻഡലിയൻ ലോസ്. അതുകൊണ്ട് എന്താണ് ഓസ്പ്രിങ്സിൻ്റെ റേഷ്യോ ഒരിക്കലും മെൻഡലിയൻ ലോസ് ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഇൻഹെറിറ്റൻസ് പാറ്റേൺ, ഇറ്റ് ഷോസ് ദാറ്റ് നോട്ട് ഓൺലി ന്യൂക്ലിയർ ജീൻ ബട്ട് ഓൾസോ ഒറിജിനൽ DNA ക്യാൻ കൺട്രോൾ ഹെറിഡിറ്ററി ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് പ്രൂവ് ചെയ്യുന്നത്? നമ്മൾ വിചാരിക്കുന്നത് എല്ലാം ന്യൂക്ലിയസിനുള്ളിലുള്ള ജീനുകളാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നതല്ല. പക്ഷേ ന്യൂക്ലിയസിനുള്ള ജീൻ അല്ലാതെ മറ്റു ജീനുകൾ, അതായത് മറ്റുള്ള ഓർഗനലിലുള്ള സെൽ ഓർഗൻസിലുള്ള DNAകൾക്കും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ചില ക്യാരക്ടേഴ്സിനെ, ചില ഹെറിഡിറ്ററി ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തെളിവാണ് ഇത്. ഓക്കെ, ആൻഡ് പ്രൂവ് ദാറ്റ് സൈറ്റോപ്ലാസ്മിക് ഫാക്ടർ ഇൻഹെറിറ്റഡ് ഓൺലി ഫ്രം മദർ. അത് മാത്രമല്ല അമ്മയിൽ നിന്ന് സൈറ്റോപ്ലാസം ആണ് കൂടുതൽ ഇൻഹെറിറ്റ് ചെയ്ത് പോണേ എന്നുള്ളൊരു തെളിവാണ്. ഓക്കെ, ഇപ്പോൾ അതാണ് സൈറ്റോപ്ലാസ്മിക് ഫാക്ടേഴ്സ് ആണ് അത് ഇൻഹെറിറ്റ് ചെയ്യുന്നത് അമ്മയിൽ നിന്നാണെന്നും ഒരു പ്രൂഫ് തരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഇൻ പ്ലാന്റ് ബ്രീഡിംഗ്, ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഹൗ സം ക്യാരക്ടേഴ്സ് ആർ ഇൻഹെറിറ്റഡ് ത്രൂ പ്ലാസ്റ്റിഡ്. അപ്പോൾ ഇത് പ്ലാന്റ് ബ്രീഡിങ്ങിൽ വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ.